വൺ പ്ലസിൻ്റെ വൺ പ്ലസ് നോഡ് C4 ലൈറ്റ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് നോഡ് C4 ലൈറ്റ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. OLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം വൺ പ്ലസ് നോഡ് C3 ലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിലോട്ട് വരുമ്പം OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അപ്പം അത് നല്ലൊരു അപ്ഗ്രേഡ് തന്നെ ആയിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. പീക്ക് ബ്രൈറ്റ്നസ് 1200 നിറ്റ്സ് വരെ വരുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ വൺ പ്ലസ് നോഡ് C3 ലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡും വരുന്നതായിരിക്കും. OLED ഡിസ്പ്ലേ ഇതിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 695 അല്ലാന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സർ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ രണ്ട് പ്രോസസ്സർ ആയാലും സെയിം ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ തന്നെയാണ്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ് 6s Gen 3 എന്ന പ്രോസസ്സർ. ചെറിയ ചേഞ്ചസേ വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് സെയിം പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ രണ്ടായാലും സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പം C3 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോണിലും ഇതേ സെയിം പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സ് ഉണ്ടാവില്ല. അതില്ലെങ്കിലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് അപ്ഗ്രേഡ്സ് ലഭിക്കുന്നുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 8GB RAM 128GB ഇൻറ്റേർണലും വന്നേക്കാം. വേറെയും വെർഷൻസ് ചിലപ്പം വന്നേക്കാം. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 12 ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 MP ഒരു ഡെപ്ത് സെൻസറും വന്നേക്കാം. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. C3 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോണിലും ഇതുപോലെ ആയിരുന്നു. 108 MP മെയിൻ ക്യാമറ സെൻസർ വന്നിട്ടുണ്ടെങ്കിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പം ക്യാമറയുടെ കാര്യത്തിലും കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5500 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വന്നേക്കാം. C3 ലൈറ്റിൽ 5000 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഇതൊരു അപ്ഗ്രേഡ് തന്നെ ആയിരിക്കും. പിന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് C3 ലൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പം അതും ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ബാറ്ററിയുടെ കാര്യത്തിലും വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഫീച്ചേഴ്സ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ബാറ്ററിയുടെ കാര്യത്തിലും അത്യാവശ്യം നല്ല അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിലും കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 18 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ 18,000 to 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള Oppo K12X എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. എന്തായാലും വൺ പ്ലസ് നോഡ് C4 ലൈറ്റ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.